സംവിധായകൻ കമൽ ഒരുപക്ഷെ ഏറ്റവും അധികം ശ്രീനിവാസനെക്കുറിച്ച് ഓർത്തെടുക്കാൻ പറ്റുന്ന സിനിമാ രംഗത്തെ ഏറ്റവും പ്രധാന വ്യക്തി കൂടിയാണ് ശ്രീ കമൽ. ശ്രീ കമൽ ബഹുമുഖ പ്രതിഭ. നമുക്കങ്ങനെ ഒരാൾ മരിക്കുമ്പോൾ നഷ്ടമാണ്, വേദനയാണ്, മലയാള സിനിമയുടെ തീരെ നഷ്ടമെന്നൊക്കെ പറയാം. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ശ്രീനിവാസൻ എന്ന മനുഷ്യൻ ഒരു വലിയ ജീനിയസ് നഷ്ടപ്പെടുന്നത് സിനിമയ്ക്ക് ചില്ലറ തരത്തിലല്ല ആഘാതം ഉണ്ടാക്കുന്നത്. അതെ അതെ, ശ്രീനിവാസനെ പോലെ ഒരാള് മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ബഹുമുഖ പ്രതിഭകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും നടൻ എന്നുള്ള രീതിയിലായാലും ശരി, എഴുത്തുകാരൻ എന്നുള്ള രീതിയിലായാലും അദ്ദേഹം നൽകിയിട്ടുള്ള സിനിമകള് എന്താ പറയാ, മലയാള സിനിമയുടെ ചരിത്രത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സിനിമകൾ പരിശോധിച്ചു ഓരോ കാലഘട്ടത്തിലും. ഇന്നിപ്പോ നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലത്തില് രാഷ്ട്രീയക്കാരെ വിമർശിക്കുന്നതിനൊക്കെ തന്നെ, അതല്ലെങ്കിൽ സമൂഹത്തിന്റെ ഏത് മേഖലയിലും ഒരു അഴിമതിയുടെ അല്ലെങ്കിൽ അത്തരം പുഴുക്കുത്തുകളുടെ ഒക്കെ ഒരു കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾ ശ്രീനിവാസൻ സിനിമകളാണ് കോട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കോട്ട് ചെയ്യപ്പെടുന്ന ഇതെന്ന് വെച്ചാൽ ഒരു എന്താ പറയാ, അത് ഒരു വലിയൊരു കഴിവ് തന്നെയാണല്ലോ. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലൂടെയും അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളിലൂടെയൊക്കെ തന്നെ ഇനി എത്രയോ കാലം അദ്ദേഹം മലയാള സിനിമയിൽ ജീവിക്കും. മലയാള സിനിമയിൽ മാത്രമല്ല ഈ സമൂഹത്തിൽ ജീവിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഓരോ കാലഘട്ടത്തിലും അദ്ദേഹം സിനിമ ജീവിതം എഴുത്തു തുടങ്ങിയ ഒരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞാൽ അറിയാം. അന്ന് ഈ തൊഴിലില്ലായ്മയും യുവാക്കൾ അരക്ഷിതാവസ്ഥയൊക്കെ ആയിരുന്നു ജീവിത യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ആ യാഥാർത്ഥ്യത്തിലൂടെ നിന്നുകൊണ്ട് വളരെ എന്താ പറയാ, ഇമോഷണൽ ആയിട്ടുള്ള സിനിമകൾ ഉണ്ടാക്കുന്നതിന് പകരം അതിൽ നർമ്മം കണ്ടെത്തി അതിലൂടെ ജനങ്ങളെ ചിന്തിപ്പിക്കാനുള്ള ഒരു വലിയ മിടുക്ക് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ആ രീതിയിലാണ് ഓരോ സിനിമകളെയും അദ്ദേഹത്തിന്റെ കലാസൃഷ്ടികളെയും കണ്ടിരുന്നു എന്നുള്ളതാണ്. അതൊരു വലിയ കഴിവാണ്. അത് എല്ലാവർക്കും ഇല്ലാത്തതാണ്. നമ്മളിപ്പോ ഒരുപക്ഷെ സഞ്ജയനെ കുറിച്ച് എഴുത്തുകാരെന്നുള്ള രീതിയിൽ നേരത്തെ പറയും, പിന്നെ VK-നെ കുറിച്ച് പറയും. അതിന്റെയൊക്കെ ഒരു ശ്രേണിയിൽ സിനിമയിൽ വന്ന് അദ്ദേഹം ഒരുപക്ഷെ സിനിമയിലല്ലായിരുന്നു, ഒരു സാഹിത്യത്തിലായിരുന്നെങ്കിൽ അദ്ദേഹം ആ ഗണത്തിൽ വരുന്ന ഒരു എഴുത്തുകാരനായിട്ട് മാറേണ്ടതായിരുന്നു. പക്ഷെ സിനിമയിലൂടെ അദ്ദേഹം പ്രചരിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലെയും എന്താ പറയാ, ദുഷിച്ച ചില കാര്യങ്ങൾ അദ്ദേഹം ശക്തമായിട്ട് തുറന്ന് അദ്ദേഹത്തിന്റെ സിനിമയുടെ ഒരു എന്താ പറയാ ഫ്രെയിമിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ നടൻ എന്നുള്ള രീതിയിൽ അതിനേക്കാൾ ഉപരിയായിട്ട് ശ്രീനിവാസനെ സ്നേഹിക്കുന്ന എഴുത്തുകാരൻ എന്നുള്ള രീതിയിലാണ്. താങ്കൾക്കൊപ്പം മഴയത്ത് മുമ്പേ അഴകിയ രാവണൻ, ഒരുപിടി സിനിമകൾ, അത് ഓരോന്നും വ്യത്യസ്ത തരത്തിലുള്ള ട്രീറ്റ്മെന്റ് കൂടിയാണ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതെ അതെ അതെ, ഇപ്പൊ ഞാൻ ശ്രീനിവാസൻ ചെയ്ത സിനിമകളൊന്നും ഒരേപോലത്തെ സിനിമകളായിരുന്നില്ല. ഇപ്പൊ പാവന്മാർ രാജകുമാരൻ അദ്ദേഹത്തിന്റേതാണെങ്കിൽ വേണമെങ്കിൽ വടക്ക് കേന്ദ്രത്തിന്റെ ഒക്കെ ഒരു ഛായ ഉള്ള ഒരു കഥാപാത്രമാണെന്നൊക്കെ നമുക്ക് പറയാം വേറെ രീതിക്ക്. പക്ഷെ അതിനുശേഷം ഞങ്ങൾ ചെയ്ത സിനിമ ഇപ്പൊ ചമ്പക്കുളം വെച്ചനായാലും മഴയത്തുമ്പ് അഴകിരാവണനൊക്കെ നമുക്ക് ഇപ്പോഴും എല്ലാവരും പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതൊരു ഈ മനുഷ്യൻ ശങ്കർദാസ് എന്നുള്ള കഥാപാത്രം ഒരു പരിച്ഛേദമാണ് ഈ സമൂഹത്തിന്റെ. മഴയത്തുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള ഒരു മാനസിക സംഘർഷങ്ങളുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കഥകൾ ശ്രീനിവാസൻ വേറെ തിരക്കഥയിൽ എഴുതിയിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നു. ചമ്പക്കുളം എന്ന് വെച്ചാൽ അദ്ദേഹത്തിനോ എനിക്കോ യാതൊരു പരിചയമില്ലാത്ത കുട്ടനാടൻ പശ്ചാത്തലത്തിൽ അവിടുത്തെ വള്ളംകളി, വള്ളം പണിയുന്നവരുടെയൊക്കെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഞങ്ങൾ അവിടെ പോയി അത് കണ്ടെത്തി അതിലൂടെ കഥാപാത്രങ്ങളൊക്കെ അദ്ദേഹം നിർമ്മിച്ചെടുത്തു എന്നൊക്കെ പറയുന്നത് ഒരു ശ്രമം. അദ്ദേഹത്തിനും വലിയ പരിചയമുള്ള സ്ഥലമായിരിക്കും. അദ്ദേഹം പാട്ടിത്തുകാരനൊക്കെ ആണല്ലോ അല്ലെ. പിന്നീട് അദ്ദേഹത്തിന്റെ അറിവുകളിൽ നിന്നും വായനയിൽ നിന്നും നേരിട്ട് കണ്ടതിൽ നിന്നും ഒക്കെ രൂപീകരിക്കപ്പെട്ട പറഞ്ഞു. അദ്ദേഹത്തിന് യാതൊരു പരിചിതമില്ലാത്ത സ്ഥലമാണ് മറ്റേ കുട്ടനാട് എന്ന് പറഞ്ഞത്. അവിടെ പോയി അദ്ദേഹം കഥ കണ്ടെത്തുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാൻ, ഞാൻ അതാണ് പറഞ്ഞു വന്നത്. അപ്പൊ അങ്ങനെയൊക്കെ സമസ്ത ജീവിതത്തിന്റെ മേഖലയിൽ കേരളത്തിന്റെ ഓരോ പ്രദേശത്തെയും മനുഷ്യരുടെ കഥകളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തിരക്കഥ എഴുതാനിരിക്കുന്ന ഒരു കാലമുണ്ട്. അതൊരു സുവർണ കാലം എന്ന് തന്നെ പറയാം. അതിപ്പോ ഞാൻ മാത്രമല്ല, എന്റെ സഹപ്രവർത്തകരെ എല്ലാവരോടും ചോദിച്ചാണ്, ശ്രീനിവാസനായിട്ട് തിരക്കഥ എഴുതാനിരുന്ന ഒരു കാലഘട്ടമാണ് നമ്മളെയൊക്കെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ഇപ്പൊ പറയാൻ കഴിയില്ല. കാരണം അതില് തമാശകൾ കടന്നു വരും, ആത്മവിമർശനം വരും, മറ്റുള്ളവരെ വിമർശിക്കുന്നവരും ഒക്കെ വരും. എങ്കിൽ പോലും അതിൽ നിന്നൊരു കഥ കണ്ടെത്തുന്ന ഒരു കാലം എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷമുള്ള ഒരു കാലമായിരുന്നു. അതിനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. ശ്രീനിവാസന്റെ വിയോഗത്തോടുകൂടി മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെടാൻ പോണത്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പിൻതലമുറ നമ്മൾ ആലോചിച്ചാൽ ഇപ്പൊ വിജയ് ശ്രീനിവാസനായാലും ധ്യാനായാലും ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ വഴികളിലൂടെ അവരുടെ പ്രതിഭ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയൊരു ഇത് തന്നെയാണ്. നന്ദി ശ്രീ കമൽ. അദ്ദേഹമാണ് ശ്രീനിവാസനെ അനുസ്മരിച്ചത്. പ്രിയദർശന്റെയും കമലിന്റെയും സത്യനന്ദകാന്റെയൊക്കെ കൂട്ടുകെട്ടിൽ മലയാളത്തിന് സമ്മാനിച്ച എണ്ണം പറഞ്ഞ സിനിമകൾ. ശ്രീ മണിയമ്പിള്ള രാജു നടൻ ടെലിഫോൺ ലൈനിലൂടെ. ശ്രീ മണിയമ്പിള്ള രാജു, വളരെ അടുത്ത ബന്ധമാണ് താങ്കളും ശ്രീനിവാസനുമായി ഉണ്ടായിരുന്നത് എന്നറിയാം. എങ്ങനെയാണ് അത് ഓർത്തെടുക്കുന്നത് ശ്രീനിവാസനെ? ഞാൻ എൻ്റെ ശ്രീനിവാസന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലെ ഒരാളാണ് ഞാൻ. ഞങ്ങൾ രണ്ടുപേരും ഒരേ കാലഘട്ടത്തിൽ സിനിമ വന്നവരാണ്. 1975 പുള്ളി ചേംബർ
ഇന്നും ഞാൻ അടയാർ സിനിമ പാസ്സായി വന്നപ്പോൾ അന്ന് തൊട്ടുള്ള പരിചയവും ഫ്രണ്ട്ഷിപ്പാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി എന്റെ വെള്ളാനകളുടെ നാട് തുടങ്ങിയ ചിത്രങ്ങൾക്കെല്ലാം പുള്ളിയാണ് തിരക്കഥ എഴുതിയത്. പിന്നെ പുള്ളി തിരക്കഥ എഴുതിയ ഒരുപാട് പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എന്നെ തന്നെ പുള്ളി നായകനാക്കി അക്കരെ എന്നൊരു മരം എഴുതിയിട്ടുണ്ട്. ഇതിലെല്ലാം ഉപരി ഞങ്ങൾ തമ്മിലൊരു നല്ല സുഹൃത്ത്. എന്ത് തമാശ ഉണ്ടെങ്കിലും ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയും, പുള്ളി ഇങ്ങോട്ട് പറയും. തമാശകൾ കേട്ടാൽ പൊട്ടിച്ചിരിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ രാവിലെ ഈ ന്യൂസ് ഞെട്ടിപ്പിക്കുന്നതായിട്ട് ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ശ്രീനിവാസന് ഞാൻ ഫോണിൽ കൂടെ ഈ അടുത്ത കാലത്ത് സംസാരിക്കാൻ പറ്റില്ല. കാര്യം ഒരു ക്ലാരിറ്റി കുറവുകൊണ്ട് ബുദ്ധിമുട്ടുമാണ് പുള്ളിക്ക്. ഞാൻ നേരിട്ട് കണ്ടാണ് സംസാരിച്ചത്. അപ്പൊ ഇപ്പൊ ഞാൻ മാളയിലാണുള്ളത് ഷൂട്ടിംഗ് വന്നത്. അപ്പൊ ഞാൻ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു പുള്ളി. കഴിഞ്ഞ 2-3 ആഴ്ചക്ക് മുമ്പ് പുള്ളിക്ക് ഒരു ടോയ്ലറ്റിൽ വീഴാൻ തോന്നിയിട്ട് ഒരു ഫ്രാക്ചർ എന്ന് തോന്നുന്നു. അപ്പൊ ഒന്ന് കാണാനായിട്ടിരിക്കുന്നു. അപ്പോഴാണ് ഇന്ന് രാവിലെ ഈ ന്യൂസ് വന്നത്. എന്തായാലും അങ്ങോട്ട് പോകണം. എന്തായാലും വലിയ വിഷമായിരുന്നു നമുക്കത്, നമ്മുടെ സുഹൃത്തുക്കളെല്ലാം പെട്ടു. ഓക്കെ, ശരി. ശ്രീ മണിയമ്പിള്ള രാജു, അദ്ദേഹത്തിൻ്റെ സിനിമകൾ, അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളുടെ തിരക്കഥാകൃത്ത് കൂടിയായിരുന്നു. വെള്ളാനകളുടെ നാട് നമുക്കറിയാം, മലയാളത്തിൽ ഇറങ്ങിയ എണ്ണം പറഞ്ഞ കാലിക പ്രസക്തി ഉണ്ടായിരുന്ന കൃത്യമായ നിശ്ചിതമായ വിമർശനം, നമ്മുടെ സംവിധാനങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടിയ സിനിമകളിലൊന്ന് വെള്ളാനകളുടെ നാട് എന്ന സിനിമ എത്രത്തോളം നമ്മളെ സ്വാധീനിച്ചു എന്നതൊക്കെ ഓർക്കുന്നുണ്ട്. അതിലെ ഓരോ കഥാപാത്രവും ഓരോ ഇൻസിഡൻസും ഓരോ മലയാളിയെ ഓർത്തെടുക്കുന്ന ഒന്നാണ്. കാരണം ശ്രീനിവാസൻ്റെ സിനിമകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയി ഇപ്പോഴും സോഷ്യൽ മീഡിയ തരംഗത്തിലും പിന്നീട് ടി വിയൊക്കെ കടന്നു വന്നപ്പോഴും ഏറ്റവും അധികം ജനത്തെ ആകർഷിക്കുന്ന ശ്രീനിവാസൻ സിനിമകളുടെ സീനുകൾ ഉപയോഗിച്ച് ട്രോളുകൾ സൃഷ്ടിക്കപ്പെടുന്ന വലിയൊരു കാലം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മലയാളി ഉള്ളിടത്തോളം കാലം, മലയാള സിനിമ ഉള്ളിടത്തോളം കാലം ശ്രീനിവാസൻ സിനിമകളുടെ നിലനിൽപ്പുണ്ടാകും എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ ഒരു നിരീക്ഷണം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത്രത്തോളം ശ്രീനിവാസൻ്റെ സിനിമകളുടെ ഓരോ രംഗങ്ങളും മലയാളിയെ കുടുകുട ചിരിപ്പിക്കുന്നുണ്ട്, ചിന്തിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴും സന്ദേശം പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ തലയ്ക്ക് അടിക്കുന്ന തരത്തിലുള്ള, നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ ആ തരത്തിൽ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള സന്ദേശമെന്ന സിനിമ ഇപ്പോഴും ഏറെ പ്രസക്തമായി തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും സന്ദേശത്തിലെ ഓരോ സീനുകളുമാണ് മലയാളി ചർച്ച ചെയ്യുന്നതും ട്രോളുകളായി ആസ്വദിക്കുന്നതും മറ്റും. അതിലൊക്കെ ഏറെ പ്രത്യേകതയുള്ള ശങ്കരാടിയൊക്കെ ചെയ്ത കഥാപാത്രം, ജയറാമിൻ്റെയും ശ്രീനിവാസൻ്റെയും കഥാപാത്രമൊക്കെ ഏറെ നമ്മളിപ്പോഴും കണ്ട് ആസ്വദിക്കുന്ന സീനുകളാണ്. ശ്രീ അശോകൻ, നടൻ, ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ അശോകൻ, താങ്കൾ ഈ വാർത്ത ചേർത്ത് വെക്കാനുള്ള അനുഭവങ്ങൾ? ഞങ്ങൾ ഒരു 1981 മുതൽ യവനികമാനുള്ള ഒരു അടുപ്പവും ഒക്കെയാണ് ഞങ്ങൾ തമ്മിൽ. അത് 2-3 സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷെ ഒരുപാട് സിനിമയിൽ അല്ലെങ്കിൽ അങ്ങനെ ദീർഘമായിട്ടുള്ള ഒരു പരിചയം ഞങ്ങൾ തമ്മിൽ വലിയ അടുപ്പം ഉണ്ടായിരുന്നു. കാരണം കാണുമ്പോഴൊക്കെ വളരെ തമാശ പറയും, ഓരോ കാര്യങ്ങളൊക്കെ വളരെ രസകരമായ ധാരാളം കാര്യങ്ങൾ പറയുകയും ഒക്കെ വളരെ നർമ്മഭാവനയുള്ള ഒരാളായിരുന്നു.